ഈശാനമൂലൻ അടിച്ചിടുമ്പോൾ ആശാവിഹീനൻ ഞാനായിടുമ്പോൾ. ഈശാനമൂലൻ അടിച്ചിടുമ്പോൾ ആശാവിഹീനൻ ഞാനായിടുമ്പോൾ. ഞാനാകുന്നവൻ ഞാനാകുന്നെന്ന് ഇമ്പമാം സ്വരം പിന്നിൽ കേട്ടിടും. ഞാനാകുന്നവൻ ഞാനാകുന്നെന്ന് ഇമ്പമാം സ്വരം പിന്നിൽ കേട്ടിടും. തന്നിടുക കൃപാവരങ്ങൾ പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ. തന്നിടുക കൃപാവരങ്ങൾ പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്ക് 33-ാം സങ്കീർത്തനം 18-19 തിരുവചന ഭാഗങ്ങൾ. യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ. ഈ തിരുവചന ഭാഗം വേദപുസ്തകത്തിലെ വചനങ്ങൾ നമ്മൾ വായിക്കും, കേൾക്കുമ്പം സ്തോത്രം പറയും. ഒരു പ്രയാസം വരുമ്പം നമ്മൾ സ്തോത്രം കാണിക്കും. വിശുദ്ധ വേദപുസ്തകത്തിലെ വചനങ്ങൾ നമ്മളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞ വാക്ക് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു വാക്കാണ്. സാക്ഷികളുടെ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു എന്ന് എബ്രായ ലേഖനം പറയുമ്പോൾ ആ സാക്ഷികളിൽ ഒരു സാക്ഷിയാണ് ഈ സങ്കീർത്തനക്കാരനും. മനസ്സിലാകുന്നുണ്ടോ? അവരുടെ നടുക്കാണ് നമ്മൾ പോയി നിൽക്കേണ്ടത്. മൂക്കും കുത്തി വീണ് കഴിഞ്ഞാൽ അവരുടെ മുന്നിൽ പോയി നിൽക്കാൻ പറ്റുമോ? പറ്റുമോ? അപ്പൊ എന്ത് ചെയ്യണം? വീഴാതെ നിൽക്കണം. ബലത്തോടെ നിന്നാ പോരാ, വീഴാതെ നിൽക്കണം. വീണ് കുറ്റിയും പറിച്ച് പോയേച്ച് പിന്നെ ബലത്തോടെ നിന്നിട്ട് കാര്യം. സ്തോത്രം. വീഴാതെ നിൽക്കുവാൻ, ഒഴുക്കിക്കളയുവാൻ ശത്രു വരും. അതുകൊണ്ടാണ് വചനം പറയുന്നത് ഒഴുകിപ്പോകാതിരിപ്പാൻ കേട്ടത് ശ്രദ്ധയോടെ, അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാണ്. ഒഴുക്കുവാൻ അവൻ വരുമ്പോൾ, അമ്പെയ്ത് വരുമ്പോൾ പറയണം, പിശാചേ നിന്റെ തലയെ തകർത്തവൻ എന്റെ കൂടെയുള്ളത് കൊണ്ട് നിന്റെ പദ്ധതി നടക്കില്ല. ആ സമയത്ത് മുട്ടിടിക്കുകയും ഗിടുകിട പറയല്ല വേണ്ടത്. ആ സമയത്ത് ഉറച്ചു നിൽക്കണം. സ്തോത്രം. അവിടെയാണ് ഉറപ്പ് വേണ്ടത്. സ്തോത്രം. അവിടെയാണ് ഉറപ്പ് വേണ്ടത്. അത് ശരിക്കും എന്ത് ചെയ്യണം? രണ്ട് കാര്യം അങ്ങോട്ട് പറയണമെന്നേ. സ്തോത്രം. അവിടെ വായും പൊട്ടിയല്ല നിൽക്കേണ്ടത്. അവിശ്വാസത്തിന്റെ വാക്ക് പറയരുത്, വിശ്വാസത്തിന്റെ വാക്ക് പറയണം. നിരാശയുടെ വാക്ക് പറയരുത്, ഉറപ്പിന്റെ വാക്ക് പറയണം. സ്തോത്രം. പലപ്പോഴും എന്താണ് നമ്മൾ പറയുന്നത്? അയ്യോ കഷ്ടത്തിലായേ, എന്നെ രക്ഷിക്കണേ എന്നും പറഞ്ഞാണ് എന്ത് ചെയ്യുന്നത്. സ്തോത്രം. പ്രതികൂലമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഉടമസ്ഥൻ പറഞ്ഞ് ലോകത്തിൽ നിങ്ങൾക്ക് കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോഴേ അതുള്ളൂ. അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നവർക്കില്ല, അവർക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷെ അങ്ങനെ അവിടെ എത്തുമെന്നുള്ള ഉറപ്പുമില്ല. സ്തോത്രം. പക്ഷേ ഇവിടെ വേദന സഹിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഗുണം കൂടെ ഉണ്ട്. നമ്മളറിയാതെ നമ്മുടെ അക്കൗണ്ടിൽ
ഒരു 10 കോടി രൂപ ആരെങ്കിലും കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്താലോ, ഇഷ്ടം പോലെ ഉപയോഗിച്ചോളാൻ പറഞ്ഞിട്ട് 10 കോടി രൂപ ആരെങ്കിലും കൊണ്ടുവന്ന് എന്ത് ചെയ്തു? ഡെപ്പോസിറ്റ് ചെയ്തു. അതിന് തുല്യമാണ് ക്രിസ്തു നിമിത്തം നിന്ന സഹിക്കുമ്പോൾ. അത് വലിയ ധനമാണ്. അതാരെണ്ണി? മോശ എണ്ണി. ഹല്ലേലൂയ. പുതിയ നിയമ ഭക്തനല്ല മോശ, പഴയ നിയമ ഭക്തനാ. മോശ എന്ത് ചെയ്തു? അവന് സുഖമായി ജീവിക്കുവാനുള്ള സുഖ സൗകര്യങ്ങൾ മുന്നിൽ നിരന്നു കിടക്കുകയാ. അതെല്ലാം വേണ്ടെന്ന് വെച്ച് ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് സ്വയമായവൻ തിരഞ്ഞെടുത്തു. നിത്യതയുടെ തീരത്ത് ഒരു ദിനം മോശ കർത്താവിന്റെ കൂടെ നിൽക്കുമ്പോൾ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് മോശ ഒരു നിൽപ്പുണ്ട്. അന്നാണ് സ്തോത്രം. അന്നാ പലരും അന്തം വിട്ട് കുന്തം പിടിച്ചുകൊണ്ട് നിൽക്കും. സ്തോത്രം. അന്ന് സന്തോഷിക്കണം എന്നുണ്ടെങ്കിൽ വാടിക്കുറഞ്ഞിരുന്നാൽ പറ്റില്ല. ഇടയ്ക്ക് സ്തോത്രമൊക്കെ പറ, വാതുറക്കണം. വേദപുസ്തകത്തിലെ തിരുവചന ഭാഗങ്ങൾ നമ്മൾ വായിച്ചു വിടാതെ, നമ്മൾ നേരത്തെ ചിന്തിച്ചല്ലോ, യഹോവ ഭക്തനെ തനിക്കായി വേർതിരിച്ചിരിക്കുന്നു എന്ന് എന്ത് ചെയ്യണം? അറിയണം. ഭക്തിയോടെ ജീവിക്കുന്നുവെങ്കിൽ നമ്മൾ ഉടമസ്ഥനില്ലാത്ത വ്യക്തിയല്ല. നമ്മൾ ആരാണ്? ഒരു ഉടമസ്ഥനുള്ള വ്യക്തിയാണ്. ആ വ്യക്തി എങ്ങനെയാണ്? ആ വ്യക്തിയുടെ ശ്രദ്ധ അല്ലെങ്കിൽ നോട്ടം എല്ലായ്പ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഈ ലോകത്തിൽ ഏതെങ്കിലും വ്യക്തിക്ക് അങ്ങനെ നോക്കാൻ പറ്റുമോ? അത് തമ്പുരാന് മാത്രമേ പറ്റുള്ളൂ. അവിടെ പറയുന്നത് യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേൽ. സ്തോത്രം. പുതിയ നിയമസഭയോട് പറയുന്നത്, ഞാൻ നിങ്ങളുടെ ഉള്ളിൽ എന്ത് ചെയ്യും? വസിക്കും. ന്യായപ്രമാണം എഴുതുന്നതല്ല, വസിക്കും. ഉള്ളിൽ. ഇവിടെ പറയുന്നു ദൃഷ്ടി നിന്റെ മേൽ ഇരിക്കും. ഇരിക്കാൻ യോഗ്യതയുള്ള സ്ഥലമാകണം. ഇരിക്കാൻ വൃത്തിയും വെടുപ്പും ഉണ്ടാവണം. സ്തോത്രം. ഒരു പാട്ടുണ്ടല്ലോ, മലിനത മാറ്റി നമ്മൾ മഹിമയിൽ വിളങ്ങാൻ മനുവേലന്നിണം ചിന്തി നരരെ വീണ്ടെടുപ്പാൻ. മനുവേലൻ നിണം ചിന്തി, മനുവേലൻ നിണം ചിന്തി, മനുവേലൻ നിണം ചിന്തി നരരെ വീണ്ടെടുപ്പാൻ. മകൾ സ്നേഹം പരലോക പിതാവു തൻ മകനെ മാരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. അപ്പൊ എന്തിനു വേണ്ടിയാ അത് പണി നടത്തിയേ? മലിനത മാറ്റാൻ. പിന്നെ മലിനത ഉള്ളിടത്ത് ആള് വന്നിരിക്കുവോ? സ്തോത്രം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചെയ്യണം. വചനം പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. ശുദ്ധീകരണം കൂടാതെ ആരും ഒരു വ്യക്തിയും അതിലെന്തില്ല, ഒഴിവുള്ളവരല്ല. സ്തോത്രം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മുടെ പാപക്കറ കഴുകിക്കളഞ്ഞു. നമ്മൾ പലപ്പോഴും ദൈവസന്നിധി സമർപ്പിക്കുമ്പോൾ, കർത്താവേ എൻ്റെ പാപക്കറ കഴുകിയതിനായി സ്തോത്രം എന്ന് പറഞ്ഞ് നിർത്തുകയല്ല വേണ്ടത്, ശുദ്ധീകരിച്ചതിനായി സ്തോത്രം പറയണം. പാപക്കറ കഴുകിക്കളഞ്ഞു, കഴുകി നമ്മെ എന്ത് ചെയ്തു? ശുദ്ധീകരിച്ചു. സ്തോത്രം. ശുദ്ധീകരിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ചേർന്ന് നിൽക്കാൻ പറ്റുള്ളൂ. ആമേൻ. അപ്പോൾ
ദൈവിക ബന്ധത്തിൽ യാത്ര ചെയ്യുന്ന ദൈവപൈതലേ, നിന്റെ മേൽ ഒരുവന്റെ നോട്ടമുണ്ട്. അത് എല്ലാ സമയത്തുമുണ്ട്. അനുകൂല സാഹചര്യത്തിൽ മാത്രമല്ല, പ്രതികൂല സാഹചര്യത്തിലുമുണ്ട്. സ്തോത്രം. ഏതവസ്ഥയിലുമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സങ്കീർത്തനത്തിൽ പരിശുദ്ധ ആത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ചില വാക്കുകൾ: യഹോവ നിന്റെ പരിപാലകൻ, നിന്റെ വലത്തുഭാഗത്ത് തണൽ, പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കില്ല. ആമേൻ. ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കുന്ന ഒരു പരിപാലകൻ. മറ്റൊരിടത്ത് പറയുന്നു, അവൻ ഉറങ്ങുന്നവനല്ല, അവൻ മയങ്ങുന്നവനല്ല. സ്തോത്രം. നമ്മെ പ്രത്യേകം ശ്രദ്ധിക്കുന്ന, നമ്മെ പ്രത്യേകമായി സംരക്ഷിക്കുന്ന ആ ദൈവിക സംരക്ഷണത്തിനായി സ്തോത്രം ചെയ്യുക. സ്തോത്രം. ആരൊക്കെ നിന്നെ കൈവിട്ടാലും, എന്തെല്ലാം നിന്റെ ജീവിതത്തിൽ സംഭവിച്ചാലോ, നിന്നോട് കൂടെ ഒരുവനുണ്ട് കേട്ടോ. ആ ദൈവം നിന്നെ വിട്ടുപോകുന്നവനല്ല. ആ ദൈവം നിന്നെ കണ്ടിട്ടുണ്ട്. ആ ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ട്. ആ ദൈവം നിന്നെ വേർതിരിച്ചിട്ടുണ്ട്. ആ ദൈവം നിന്റെ പാപക്കര കഴുകിയിട്ടുണ്ട്. ആ ദൈവം നിന്റെ പാപക്കര കഴുകി ശുദ്ധീകരിച്ചിട്ടുണ്ട്. ആ ദൈവത്തിന്റെ സാന്നിധ്യം സദാ അനുഭവമാക്കുവാൻ ഇടയാകണം. ഇയ്യോബിന്റെ പുസ്തകം 36 അധ്യായത്തിന്റെ 7 വാക്യം ഒന്ന് ചേർത്ത് വായിച്ച് ഇതിനോടുള്ള ബന്ധത്തിൽ. 36:7. അവൻ നീതിമാന്മാരിൽ നിന്ന് തന്റെ കടാക്ഷം മാറ്റുന്നില്ല. ആ വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അത് എത്രയും മതി. അവൻ നീതിമാന്മാരിൽ നിന്ന് തന്റെ കടാക്ഷം എന്ത് ചെയ്യുന്നില്ല? മാറ്റുന്നില്ല. നിന്നെ നീതീകരിച്ച് നിർത്തിയിരിക്കുന്നത് ദൈവം പ്രത്യേകമായൊരു സംരക്ഷണ വലയം തീർത്തിരിക്കുകയാണ്. ആ സംരക്ഷണ വലയത്തിൻ കീഴിലാണ് ഒരു ദൈവ പൈതൽ. ആ ഉറപ്പ് ആർക്ക് വേണം? വ്യക്തിപരമായി ഓരോ വ്യക്തികൾക്കും വേണം. നിന്നെ വിളിച്ച ദൈവം ആരാ? ആ ഉറപ്പുണ്ടോ? സ്തോത്രം. പ്രയാസം വരുമ്പോഴും ഉണ്ടോ ആ ഉറപ്പ്? സ്തോത്രം. പ്രയാസം വരുമ്പോൾ നമ്മൾ തൊട്ടാർവാടിയാകരുത്. ആ സമയത്ത് എന്ത് ചെയ്യരുത്? തൊട്ടാർവാടിയാകരുത്. കാരണം നമ്മിൽ നിന്ന് തൻ്റെ കടാക്ഷം മാറ്റാതെ നമ്മോട് കൂടെ ചേർന്നിരിക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം. ഇതിനോട് ചേർത്ത് ഹല്ലേലൂയ ദിനവൃത്താന്ത പുസ്തകം നമ്മൾ നേരത്തെ വാക്യം പറഞ്ഞു പോയതാണ്. 2 ദിനവൃത്താന്തം 16:9 വാക്യം ഒന്ന് ചേർത്ത് വായിച്ചു. യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ നീ ഭോഷത്വം തോന്നുന്നു. അപ്പോൾ തിരുവചനം പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം. തങ്ങൾ ഏകാഗ്രചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി ഒരു ദൈവദൃഷ്ടി, ഭക്തിയോടെ ജീവിക്കുന്ന ഒരു ഭക്തന് വേണ്ടി ഒരു സംരക്ഷണ വലയം. ഇത് ഈ ഭൂമിയിലുള്ള ഒരു വ്യക്തിക്കും ഇല്ല. ഇത് ദൈവവൈതല്യം മാത്രമേ ഉള്ളൂ. ഭക്തിയോടെ ജീവിക്കണം. അത് ഒറ്റ കാര്യം മാത്രമേ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. ഭക്തിയോടെ എന്ത് ചെയ്യണം? ജീവിക്കണം. ഈ സംരക്ഷണ വലയം കിട്ടണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത് അനുഭവിച്ചവനാണ് സങ്കീർത്തനക്കാരൻ ദാവീദ്. അവൻ പറയുന്നത്, ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങട്ടെ. ഒരാളല്ല, ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങട്ടെ, ഞാൻ ഭയപ്പെടില്ല. അടുത്തത് അതിനേക്കാളും ഗംഭീരമാണ്. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയനായിരിക്കും.
അവിടെ മുട്ടിടിക്കും, അഡ്രസ്സും കാണില്ല. നിർഭയനായിരിക്കുമെന്ന് എങ്ങനെ ഒരു മനുഷ്യനിത് പറയാൻ പറ്റും? എങ്ങനെ ഒരു മനുഷ്യനിത് പറയാൻ പറ്റും? കഴിഞ്ഞ 2 ദിവസം ഒരാൾ കടന്നുപോയ വഴികൾ കടന്നുപോയ ആൾക്കറിയാം. നമ്മൾ അല്പമൊക്കെ ഒരു അലയടി മാത്രമേ എന്ത് ചെയ്തുള്ളൂ, കേട്ടുള്ളൂ. പോയ ആൾക്കറിയാം, അത് കണ്ട ആൾക്കറിയാം, അനുഭവിച്ച ആൾക്കറിയാം അവസ്ഥ എന്താണെന്ന്. തമ്പുരാനും അറിയാം, പ്രവർത്തിച്ച പിശാചിനും അറിയാം. സഹോദരൻ, വേറെ ആർക്കും അറിയില്ല. എന്നാൽ ഇവിടെ ഭക്തൻ പറയുന്നത് എന്താ? ഒരു സൈന്യം മലമണ്ട കയറിയിരിക്കുന്ന എലീശ പറയാണ്, അതിന് ബാല്യക്കാരൻ വിളിച്ചു, അയ്യോ യജമാനനെ തീർന്നു നമ്മള്. എന്നാടാ വിഷയം? വളരെ കൂളായിട്ട് ചോദിക്കുക, എന്താ വിഷയം എന്തുവാ? ഇവിടെ സൈന്യം വന്ന് നിൽക്കുക. സ്തോത്രം. വളരെ കൂളായിട്ട് തമ്പുരാനോട് പറഞ്ഞു, എൻ്റെ കണ്ണൊന്ന് തുറന്നു കൊടുക്കുക. കൂളായിട്ട് എൻ്റെ കണ്ണൊന്ന് തുറന്നു കൊടുക്കുക. കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോൾ അവാന്തം വിട്ട് നിൽക്കുക. സ്തോത്രം. അപ്പോൾ ഒരു സൈന്യം പാളയം ഇറങ്ങുമ്പോൾ അതിൻ്റെ മധ്യത്തിലും നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു സംരക്ഷണ വലയം. ശത്രുവായവൻ നമ്മുടെ മേൽ കയ്യേറ്റം ചെയ്യാതിരുന്നത് നമ്മുടെ മിടുക്കുകൊണ്ടല്ല, നമ്മുടെ ശ്രേഷ്ഠത കൊണ്ടുമല്ല, നമ്മുടെ യോഗ്യത കൊണ്ടുമല്ല. എന്നാൽ നമ്മെ വിളിച്ചു നിർത്തിയ, വേർതിരിച്ചു നിർത്തിയ ഒരു ഉടമസ്ഥന്റെ സംരക്ഷണ വലയോ നമുക്കുള്ളതിനു ചുറ്റോ ഉണ്ടായിരുന്നത് കൊണ്ട് അന്ധകാര ശക്തി അട്ടഹസിച്ചപ്പോൾ, അന്ധകാര ശക്തി ഇതിനെ ഇല്ലാതെയാക്കും എന്ന് പറഞ്ഞപ്പോൾ അതിനെ അടുക്കുവാൻ കഴിയാത്ത നിലവാരത്തെ ഒരു ദൈവിക സാന്നിധ്യം ഉണ്ടായിരുന്ന ദൈവം പ്രവർത്തിക്കാൻ ദൈവ കരുതലിനാൽ ദൈവം ഇതിലെ ഇത്ര മഹത്വമുള്ള ഒരു പദവി അത് ദൈവമക്കൾക്ക് മാത്രമാണ്. അതല്പം മനസ്സിലാക്കിയ ഭക്തൻ പാടിയതാണ്, ഇത്ര മഹത്വമുള്ള പദവിയെ ഈ പുഴുക്കൾ കരുളാൻ പാത്രത ഏതുമില്ല, നിന്റെ കൃപ എത്ര വിചിത്രമാഹോ. പാത്രത ഏതുമില്ല, നിന്റെ കൃപ എത്ര വിചിത്രമാഹോ. അതും കൃപയാണെന്ന ഭക്തൻ പറയുന്നത്. സ്തോത്രം. ദൈവത്തിന്റെ പരിപാലനത്തിനായി സ്തോത്രം ചെയ്യുക. ഏകാഗ്രചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിപ്പാൻ, നീ സേവിക്കുന്ന ദൈവം ആരെന്ന് വെളിപ്പെടുത്തുവാൻ, നീ ആരിലാണ് ആശ്രയിക്കുന്നതെന്ന് വെളിപ്പെടുത്തുവാൻ ഒരു ദൈവിക സംരക്ഷണം, ഒരു ദൈവിക പ്രവൃത്തി ഭക്തന് വേണ്ടി വെളിപ്പെട്ടു വരികയാണ്. സ്തോത്രം. അതനുഭവിപ്പാൻ കഴിയും എന്ന് മാറ്റമില്ലാത്ത വചനം വിളിച്ചു പറയുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതം വിലപ്പെട്ടതാണ്. ആ വിലപ്പെട്ട ക്രിസ്തീയ ജീവിതത്തിന് ഉടമകളാണ് നമ്മൾ. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ പതറാതെ നിൽപ്പാൻ, ഉറപ്പോടെ നിൽപ്പാൻ, പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിപ്പാൻ, എന്തുമാകട്ടെ നിന്റെ ജീവിതത്തിൽ എന്തും വരട്ടെ, ഏതവസ്ഥയിൽ കൂടെ നീ കടന്നു പോകട്ടെ, ഹല്ലേലൂയ, വേദനകൾ ഉണ്ടാകട്ടെ, പ്രയാസങ്ങൾ ഉണ്ടാകട്ടെ, ദൈവമറിയാതെ, ഉടമസ്ഥനറിയാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. ഉടമസ്ഥനറിയാതെ ഒന്നും സംഭവിക്കുന്നില്ലെങ്കിൽ സംഭവിച്ചതിന്റെ പുറകിൽ ദൈവത്തിന് എന്തുണ്ട്? ഒരു ഉദ്ദേശമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ആ ഉദ്ദേശം തമ്പുരാൻ എന്ത് ചെയ്യും? നിവർത്തിക്കും.
മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ദൈവം അറിയാതെയല്ല സംഭവിച്ചത്. അപ്പൊ അതിന്റെ പുറകിൽ തമ്പുരാനൊരു പദ്ധതിയുണ്ട്. പദ്ധതി എന്താ? ആ വ്യക്തി ദൈവസന്നിധിയിൽ വരണം. അതിന് ദൈവം ഏത് നിലയിൽ ആ വ്യക്തിയെ പണിതെടുക്കുമോ ആ പണി തമ്പുരാൻ നടത്തുകയാണെന്ന്. ഹല്ലേലൂയ. തനിക്ക് ഹല്ലേലൂയ യോഗ്യമായ ഒരു പാത്രമാക്കി ആ ഉടമസ്ഥൻ മെനയുകയാ, ആ യജമാനൻ മെനയുകയാ. ആ മെനയുമ്പോൾ ഒരുപക്ഷെ വേദനയുണ്ടാകാം, പ്രയാസമുണ്ടാകാം, അത് സത്യമാണ്. എന്നാൽ ഒരു ദിനം ഒരു മാനപാത്രമായി നിലകൊള്ളുമ്പോൾ ലോകം പറയും, ഈ മനുഷ്യനോ ഇതെങ്ങനെയായി? അവിടെ അന്ന് വേദന അനുഭവിച്ചു. അത് ചോദിക്കുന്ന സമയത്ത് നെഞ്ചുവിരിച്ച് എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവപ്രവർത്തി, എന്റെ ദൈവം എനിക്ക് വേണ്ടി കരുതിയതായ ഹല്ലേലൂയ ദൈവത്തിന്റെ കരുതൽ, ഹല്ലേലൂയ. ദൈവത്തെ വർണ്ണിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയത്തക്ക നിലവാരത്തിൽ ദൈവം തന്റെ പ്രവൃത്തിയെ ചെയ്തെടുക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. അതാണ് ആദിയിങ്കൽ കൈപ്പാകിലും അന്ത്യമോ മധുരമത്രേ. ആദിയിങ്കൽ കൈപ്പാകിലും അന്ത്യമോ മധുരമത്രേ. പരപരമേശ പരമരുളീശ നീയത്രേ എന്റെ രക്ഷാസ്ഥാനം. ആമേൻ. അപ്പൊ ആദ്യം കുറച്ച് കയ്പ് കാണും, പിന്നീടാണ് മധുരം. പക്ഷെ കയ്പിന്റെ മുൻപിൽ നിൽക്കാനാണ് സ്തോത്രം. അവിടെ എന്തുണ്ടാകരുത്? ഇസ്രായേൽ ജനം ചെയ്തതുപോലെ പിറുപിറുക്കരുത്. ആമേൻ, ആമേൻ. 3 ദിവസം മുൻപ് നൃത്തം ചെയ്തവരാ, 3-ാം ദിവസം എന്ത് ചെയ്തു? സ്തോത്രം. ആമേൻ. തപ്പെടുത്ത് നൃത്തം ചെയ്ത് ദൈവം നല്ലവനെന്ന് പറഞ്ഞവരാ. 3-ാം ദിവസം കയ്പിന്റെ മാറയുടെ അനുഭവം വന്നു കഴിഞ്ഞപ്പം സ്തോത്രം വീട്ടിൽ പോയി വായിച്ചൊന്ന് ധ്യാനിച്ചാൽ മതി. ഹല്ലേലൂയ. കയ്പിന്റെ അനുഭവത്തിലും അതൊരു യാഥാർത്ഥ്യമായിരുന്നെങ്കിലും അവർക്ക് പറയാമായിരുന്നു, കർത്താവേ ഞങ്ങൾക്ക് കുടിപ്പാൻ വെള്ളം വേണം, അവിടുന്ന് നൽകി തരണമെന്ന് ഒന്ന് യാചിച്ചിരുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചേനെ. പക്ഷേ വചനം പറയുന്നതാണ്, ഒന്ന് താഴ്ത്തി പരീക്ഷിച്ചപ്പോൾ അവരുടെ അകത്തിരിക്കുന്നത് പുറത്തേക്ക് വന്നു. ഇതിങ്ങനെ പുതച്ചു വെച്ചേക്കാണ്. ഒരു സാഹചര്യം വരുമ്പോഴാണ് എന്നാലും എനിക്കറിയാം. പിന്നെ പറയുന്നത് എന്താണെന്നുള്ളത് അവരവർ തന്നെ എന്ത് ചെയ്താൽ മതി, ചിന്തിച്ചാൽ മതി. അതുവരെ അയ്യോ എന്നെ പുന്നാര മോള, എന്നെ പുന്നാര സാധന എന്നും പറഞ്ഞുകൊണ്ട് നടന്നതാ. ഒരു വിഷയം വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? നേരെ ഇതങ്ങ് പൊന്തി നേരെ പുറത്തേക്ക് വന്നു. അപ്പം മുടി കിടക്കുകയായിരുന്നു, മുടി പോച്ച് കിടക്കുകയായിരുന്നു. സ്തോത്രം. മൂർഖൻ പാമ്പുകളെല്ലാം കിടക്കുന്നത് കാണുമ്പം ഒരുപോലെ തോന്നുകയുള്ളൂ. ഇച്ചിരി ഒന്ന് ചരലങ്ങ് വാരിയിട്ടാൽ മതി. അപ്പോഴാണ് സ്തോത്രം ഇതായിരുന്നു സാധനം എന്നുള്ളത് അപ്പോഴേ മനസ്സിലാവുള്ളൂ. സ്തോത്രം. ഇതുപോലെയാണ് പലപ്പോഴും പലര് പമ്മി കിടക്കുക. സാഹചര്യം വന്ന് എടാ നീ ഞാൻ ആരാണെന്നറിയാമോ നിനക്ക്? സ്തോത്രം. തനി നിറം. പഴയ കാലത്ത് സഹോദരിമാര് ചെയ്തിരുന്നത് അരിവാള് കയ്യിലുണ്ടെങ്കിൽ അരിവാളും കൈ പിടിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, തുണിയും കയറ്റി കുത്തിയിച്ചൊരു പോക്കങ്ങ് പോകുന്നത്. അത് കാണുമ്പോൾ തന്നെ മുന്നിലുള്ള എന്ത് ചെയ്യും? ഇന്നത്തെ പോലെ മൂർച്ചയില്ലാത്ത അരിവാളല്ല, നല്ല തേച്ച് മിനുക്കി നല്ല മൂർച്ചയുള്ള അരിവാളാ. അത് ശരിക്കും ഒന്ന് വലിഞ്ഞു കഴിഞ്ഞാൽ 2 പീസാ. സ്തോത്രം.
ആ സൈസാണ് സാധനം. അതും പിടിച്ചുകൊണ്ട് നടക്കുന്നത്. ഇന്ന് പിന്നെ അരിവാളില്ലാത്തതിനായി സ്തോത്രം. ആമേൻ. വെട്ടുകത്തി മഴുവൊന്നും ഇല്ലാത്തതിനായി സ്തോത്രം. അന്നത്തെ മഴു അത് തേച്ച് മിനുക്കി ഒറ്റ കൊത്തിയ 2 പീസ. ഇന്ന് ഏതെങ്കിലും മഴ ഏതെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഒരു 16 കൊത്തിയാലും ഇത് ചെയ്യില്ല, വിറക് കീറില്ല, അരമൂർച്ചയില്ല. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ. ഒരു ദൈവ പൈതലിന്റെ മേൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. അതിന് താഴെ പറയുന്നത് എന്തിനു വേണ്ടിയാണ് ആ സംരക്ഷണം? അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ. മരണത്തിന്റെ അധികാരിയായ പിശാച്, ഹല്ലേലൂയ, അലറുന്ന സിംഹം എന്ന പോലെ ചില സന്ദർഭങ്ങളിൽ അവൻ അടിയറ വെപ്പിച്ചിട്ടില്ല എന്നുള്ള പദ്ധതിയുമായിട്ട് മുൻപോട്ട് വരുമ്പോൾ ദൈവവേദനയെ നീ ഒന്ന് ഓർക്കണോ. ഹല്ലേലൂയ, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ ക്രിസ്തു തന്റെ മരണത്താൽ അടിയറ വെപ്പിച്ച് ജയോത്സവം കൊണ്ടാടിയ ഒരു ഉടമസ്ഥന്റെ വകയാണ് നീ എന്നുള്ള ഒരു ഉത്തമ ബോധ്യം നിനക്കൊണ്ടാകട്ടെ. ഇപ്പൊ തീർന്നു പോകുന്നൊക്കെ ലോകം പറയും, തീരില്ലെന്നേ. അങ്ങനെയൊന്നും തീരില്ല, തീർക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? നമുക്കൊരു ഉടമസ്ഥൻ. ആ ഉടമസ്ഥൻ നമ്മെ കുറിച്ച് ഈ ഭൂമിയിൽ ചെയ്തു തീർക്കേണ്ടതായ പദ്ധതികൾ ചെയ്തു തീർക്കാതെ നാം ഈ ഭൂമിയിൽ നിന്ന് എന്ത് ചെയ്യില്ല. സ്തോത്രം. ആ ഉറപ്പ് ആർക്ക് വേണം? സ്തോത്രം. സ്തോത്രം പറയാൻ മാത്രം പഠിച്ചാൽ പോരാ, നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവരാകണം. ഞാനെൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. പ്രത്യാശ ഈ നാളുകളിൽ വർദ്ധിക്കട്ടെ, ഉറപ്പും ധൈര്യവുമുള്ളവരായി തീരട്ടെ. അവിടെ എഴുതിയിരിക്കുന്ന അടുത്ത വാക്ക്, ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു നല്ല ഉടമസ്ഥൻ ഉള്ളതിനാൽ ആ ദൈവത്തോട് ചേർന്ന് നമുക്ക് നിലകൊള്ളാം. ദൈവിക പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടയാകട്ടെ. കരുണയുള്ള പിതാവേ, അനുഗ്രഹീത സമയത്തിനായി സ്തോത്രം. അങ്ങയുടെ മക്കളാകുന്ന ഞങ്ങൾ കർത്താവിന്റെ സന്നദ്ധിയിൽ കടന്നു വന്ന അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ അവർ നൽകിയ നല്ല അവസരത്തിനായി സ്തോത്രം. ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന ശത്രുവിന്റെ പദ്ധതികൾ തകർന്നതിനായി സ്തോത്രം ചെയ്യുകയാ. അവന്റെ പ്രവർത്തന രീതികൾ തച്ചുടഞ്ഞതിനായി സ്തോത്രം ചെയ്യുകയാ. ദൈവിക പ്രവൃത്തി വ്യക്തികളിൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുകയാ. ദേശത്ത് വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുകയാ. കുടുംബങ്ങളിൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുകയാ. ഇരുട്ടിന്റെ ശക്തികളോട് വഴി മാറുവാൻ കൽപ്പിക്കുകയോ. ദൈവിക പ്രവൃത്തിയും ദൈവമഹത്വം കാണുവാൻ കൃപ നൽകും. മഹത്വം കർത്താവ് എടുക്കണം. കർത്താവ് ഈ ബലത്തോട് ഞങ്ങൾ മടങ്ങട്ടെ. കൃപയുടെ മറവിൽ മറയ്ക്കും. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.